നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1107th day. Today 11th sloka of Pradhamaskandam, 15th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1107 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം 1ാമത്തെ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. യോ നോ ജുഗോപവനമേത്യ ദുരന്തകൃശ്രാത് ദുർവാസസോരിവിഹിതായുധാഗ്രഭുജ്യ ശാഖാനശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം തൃപ്താമംസ്ത സലിലേ വിനിമഗ്നസംഗ. ഓം തത്സത്. യോ നോ ജുഗോപവനമേത്യ ദുരന്തകൃശ്രാത് ദുർവാസസോരിവിഹിതായുധാഗ്രഭുജ്യ ശാഖാനശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം തൃപ്താമംസ്തസനിലേ വിനിമഗ്നസംഘ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യോ നോ ജുഗോപ വനമേത്യ ദുരന്തകൃശ്രാത് ദുർവാസസോ അരിവിഹിതായുധ അഗ്രഭുജ്യ ശാഖാൻ ശിഷ്ടം ഉപയുജ്യ. ശാഖ അന്ന ശിഷ്ടം ഉപഭുജ്യ. ശാഖാനശിഷ്ടം ഉപയുജ്യ യഥ സ്ത്രിലോകീം തൃപ്താം അമം സ്ത സലിലേ വിനിമഗ്ന സംഘ. അതായത് യാതൊരുത്തൻ അയുധാഗ്രഭുക് ആയുധം പേരുടെ അഗ്രത്തിൽ ഭുജിക്കുന്നവൻ, അതായത് ഒരുപാട് 10,000കണക്കിന് ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവൻ. അരിവിഹിതാത് ശത്രുവിനാൽ പ്രേരിക്കപ്പെട്ട ദുർവാസാവ് ആ ദുർവാസാവ് നിമിത്തമുള്ള ദുരന്തകൃച്ഛ്രാത് അപാരമായ ദുഃഖത്തെ അല്ലെങ്കിൽ ദുരന്തത്തെ നിന്ന് ആദ്യത്തെ പറഞ്ഞത് ദുർവാസാവിനെയാണ്. ഇപ്പോൾ പറയുന്നത് ഭഗവാൻ. യാതൊരുത്തൻ വനത്തെ വനം ഏത്യ പ്രാപിച്ചിട്ട് ശാഖാനശിഷ്ടത്തിൻ്റെ അതായത് ഭക്ഷിച്ച ഭാഗത്തിൻ്റെ ശിഷ്ടമായിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് നമ്മളെ രക്ഷിച്ചു രക്ഷിച്ചു യഥ ഇങ്ങനെയെന്നാൽ സലിലെ വെള്ളത്തിൽ വിനിമഗ്ന സംഘ മുങ്ങിയ സംഘം ത്രിലോകിയെ തൃപ്തയായിട്ട് അമംസ്ത വിചാരിച്ചു. അതായത് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ദുര്യോധനാദികളാൽ അതായത് കൗരവന്മാരാൽ പ്രേരിക്കപ്പെട്ടിട്ട് ദുർവാസാവ് ഈ പാണ്ഡവന്മാരെ വനത്തിൽ വെച്ച് ദുർവാസാവിൻ്റെ ശാപം ലഭിച്ച് ഇല്ലാതാക്കണം എന്നുള്ള ഒരേ ആഗ്രഹത്തോടുകൂടി കൗരവാദികൾ ദുർവാസാവിനെ ക്ഷണിച്ച് സന്തോഷിപ്പിച്ച് വനത്തിൽ പോയി ഈ പാണ്ഡവന്മാരുടെ ഭക്ഷണം സ്വീകരിക്കണം, അഗ്രപൂജ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അയക്കുകയാണ്. പാണ്ഡവന്മാർ വനത്തിലാണ് വസിക്കുന്നത്, അവർക്ക് ഭക്ഷണം ഉണ്ടാവുകയില്ല. അപ്പോൾ 10,000 ശിഷ്യന്മാരോടുകൂടി ഒരുമിച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന ദുർവാസാവിന് ഭക്ഷണം നൽകാൻ കഴിയാതെ ദുർവാസാവ് അവരെ ശപിക്കും
എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്രകാരം പറഞ്ഞയച്ചത്. ദുർവാസാവ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഭക്ഷണം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് കുളിക്കാൻ പോയി. സംഘത്തോടുകൂടി എല്ലാവരും ചേർന്ന് കുളിക്കാൻ പോയി. ദ്രൗപദി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടിയ സൂര്യദേവനിൽ നൽകപ്പെട്ട ആ പാത്രത്തിൽ പിന്നീട് ഒരു ഭക്ഷണവും ശേഷിക്കുകയില്ല. ദ്രൗപദി കഴിക്കുന്നതുവരെ എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ പാത്രം ആണെങ്കിൽ ദ്രൗപദി ഭക്ഷണം കഴിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദ്രൗപദി ഏറെ ദുഃഖിതയായി എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാൻ വനത്തിലെത്തി രുക്മിണിയോടുകൂടിയിരുന്ന ഭഗവാൻ രുക്മിണിയെ മാറ്റി നിർത്തി വനത്തിൽ ഓടിയെത്തി ദ്രൗപദിയുടെ വിഷമം കണ്ടിട്ട് എന്നാണ് പറയുന്നത്. അവിടെ എത്തി തനിക്ക് ഭുജിക്കാൻ എന്തെങ്കിലും നൽകൂ ആ പാത്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു, പാത്രത്തിലൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കൂ എന്തെങ്കിലും കാണൂ എന്ന് പറയുകയും പോയി നോക്കിയപ്പോൾ ഒരു ചീരയില അതിൽ കാണുകയും ആ ചീരയില ഭഗവാന് നൽകുകയും ഭഗവാൻ ആ ചീരയുടെ ഇല ഭക്ഷിച്ച ഉടനെ ത്രിലോകവാസികൾക്കും ഭക്ഷണം കഴിച്ച മാതിരി തൃപ്തിയായി അത്രേ. ആ ത്രിലോകവാസികളിൽ ഈ ദുർവാസാവും സംഘവും ഉൾപ്പെടുന്നത് കൊണ്ട് കുളത്തിൽ സലിലത്തിൽ നദിയിൽ മുങ്ങി നിവർന്ന ഉടനെ അവർക്കെല്ലാവർക്കും ഭക്ഷണം കഴിച്ച തൃപ്തി. ഭക്ഷണം മാത്രം നമുക്ക് കഴിച്ച് വയർ നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭക്ഷണം വേണമെന്ന് തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച തൃപ്തി അവർക്കെല്ലാവർക്കും 10,000 പേർക്കും ദുർവാസാവിനും ഉണ്ടായി. അവർ തൃപ്തരായി മടങ്ങി, ഭക്ഷണം കഴിക്കാൻ വരാതെ തൃപ്തരായി മടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്ന സംഭവം. അത് അപ്രകാരം നമ്മളെ രക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പോയല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ് അർജുനൻ. ഒരാൾ പോയി കഴിയുമ്പോഴാണ് അയാളുടെ സൽഗുണങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരിക. ഇത് എല്ലായിടത്തും സാധാരണമാണ്. അപ്രകാരം തന്നെ സാധാരണമായിട്ടുള്ള കാര്യം അർജുനൻ പോലെയുള്ള മഹാത്മാവും ഓർത്തോർത്ത് വിഷമിക്കുന്ന ഭാഗമാണ് നാം പാരായണം ചെയ്യുക. അർജുനൻ്റെ ആ മനസ്സിലുള്ള വിഷമം ഇപ്രകാരം നമ്മളെ ആ സമയത്ത് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് വന്ന് രക്ഷിച്ച ഭഗവാൻ പോയല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യോ നോ ചുഗോപവനമേത്യ ദുരന്തകൃശാത് ദുർവാസസോരിവിഹിതായുധ അഗ്രഭുക്യ ശാഖാനശിഷ്ടമുപയുജ്യ യദസ്ത്രിലോകീം തൃപ്താമമംസ്ത സലിലേ വിനിമഗ്നസംഗ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.